ആക്സിഡന്റോ വീഴ്ചയുടെയോ ഭാഗമായി ഫ്രാക്ചറോ ഒടിവോ ഉണ്ടായിട്ട് നമ്മൾ സർജറി ചെയ്ത് കഴിയുമ്പോൾ പേഷ്യന്റ് അല്ലെങ്കിൽ അവരുടെ ബൈസ്റ്റാൻഡർ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇത് എപ്പോൾ ഊരാ, ഇട്ടിരിക്കുന്ന കമ്പി എടുക്കേണ്ടാത്ത കമ്പിയാണോ എന്നതാണ്. ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇടുന്ന പ്ലേറ്റ് അല്ലെങ്കിൽ കമ്പി എല്ലുകൾ കറക്റ്റ് പൊസിഷനിൽ ഇരിക്കാൻ യോജിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് എന്നുള്ളതാണ്. മനുഷ്യ ശരീരത്തിൽ എല്ലുകൾ ഒടിഞ്ഞു കഴിഞ്ഞാൽ അത് യോജിക്കാൻ വേണ്ടി ഏകദേശം 6 ആഴ്ച മുതൽ 16 ആഴ്ച വരെ എടുക്കുന്നതാണ്. ഈ ഒരു കാലയളവിൽ എല്ലുകളെ കറക്റ്റ് പൊസിഷനിൽ ഇരിക്കാൻ അത് യോജിക്കാൻ വേണ്ടി സഹായിക്കുന്നതായിട്ടുള്ള ഉപകരണമാണ് നമ്മൾ ഇടുന്ന പ്ലേറ്റ് അല്ലെങ്കിൽ കമ്പി അല്ലെങ്കിൽ റോഡ്. ഈ ഒരു ഉപകരണം നിർമ്മിതമായിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് സ്റ്റീൽ അല്ലെങ്കിൽ ടൈറ്റേനിയം എന്ന ഈ 2 മെറ്റലുകൾ ആണ്. ഇതിൽ എടുക്കണ്ട എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുന്ന ഇംപ്ലാന്റ് അത് ടൈറ്റേനിയമാണ്. ടൈറ്റേനിയത്തിന്റെ അഡ്വാൻറ്റേജസ് സ്റ്റീൽ വെച്ച് നോക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, അത് ലൈറ്റ് വെയിറ്റ് ആണ്, അത് MRI കോമ്പാറ്റബിൾ ആണ്, കൊറോഷൻ റെസിസ്റ്റൻസ് ഉള്ളതാണ്. പക്ഷേ വാസ്തവത്തിൽ ടൈറ്റേനിയം എടുക്കാൻ പാടില്ലാത്തത് അല്ലെങ്കിൽ സ്റ്റീൽ എടുക്കേണ്ടത് അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. ജനറലി എടുത്തു കഴിഞ്ഞാൽ പ്ലേറ്റ് ആൻഡ് സ്ക്രൂ കൺസ്ട്രക്ട്, അതായത് പ്ലേറ്റ് ആൻഡ് സ്ക്രൂ എന്നുള്ളത് എടുക്കുന്നതാണ് നല്ലത്. നേരെ മറിച്ച് നെയിൽ അല്ലെങ്കിൽ റോഡ് എടുത്തില്ലേലും കുഴപ്പമില്ല. കാരണം പ്ലേറ്റ് ആൻഡ് സ്ക്രൂ എപ്പോഴും ലോഡ് ബെയറിംഗ് ആണ്, നെയിൽ അല്ലെങ്കിൽ റോഡ് ലോഡ് ഷെയറിംഗ് ആണ്. അതുകൊണ്ട് തന്നെ പ്ലേറ്റും സ്ക്രൂവും ഇടുന്ന ഭാഗത്ത് എല്ല് വീക്ക് ആകാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് എപ്പോഴും എടുക്കുന്നതാണ് നല്ലത്. എല്ലുകൾ യോജിക്കാൻ 16 ആഴ്ചകൾ വരെ എടുക്കും. എന്നിരുന്നാലും അത് കൺസോളിഡേഷൻ, പഴയ ഒരു ശക്തിയിൽ വരാൻ വേണ്ടി ഏകദേശം 9 മാസം വരെ സമയമെടുക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലേറ്റ് എടുക്കുന്നത് സാധാരണഗതിയിൽ 9 മാസം അല്ലെങ്കിൽ 1 വർഷം ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പ്ലേറ്റ് എടുക്കാൻ സാധാരണ നിർദ്ദേശിക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ പ്ലേറ്റ് എടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് 2 വർഷം 3 വർഷം 4 വർഷം ഒക്കെ കഴിയും തോറും പ്ലേറ്റിന്റെ അടിയിലുള്ള ബോൺ ചെറിയ രീതിയിൽ വീക്ക് ആയിക്കൊണ്ടിരിക്കാനുള്ളതൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് പ്ലേറ്റ് എടുക്കുന്നത് തന്നെയാണ് എപ്പോഴും ഉചിതം. ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഈ പ്ലേറ്റ് അല്ലെങ്കിൽ റോഡ് എടുത്തേ മതിയാകും. അത് ചിലപ്പോൾ ഇൻഫെക്ഷൻ ആകാം, ചിലപ്പോൾ ആ ഇംപ്ലാന്റ് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത് കൊണ്ടാകാം, ചിലപ്പോൾ അതിലെ ഒരു സ്ക്രൂ എന്തെങ്കിലും ജോയിനിലോട്ട് പോകുന്നത് കൊണ്ടാകാം. അങ്ങനെ ചില സാഹചര്യങ്ങളിൽ മാത്രം നമ്മൾ ആ ഇംപ്ലാന്റ് എടുത്തേ മതിയാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്ലേറ്റ് ആണെങ്കിൽ എടുക്കണം, നെയിൽ അല്ലെങ്കിൽ റോഡ് ആണെങ്കിൽ എടുത്തില്ലേലും കുഴപ്പമില്ല. ഇനി പ്ലേറ്റ് ഊരാൻ ഒരു സർജറിയും കൂടെ ചെയ്യാൻ വയ്യ എന്നുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ടൈറ്റേനിയത്തിന്റെ ഇംപ്ലാന്റ് ഇടാവുന്നതാണ്. എന്നിരുന്നാലും ഇൻഫെക്ഷൻ, ഇറിറ്റേഷൻ അല്ലെങ്കിൽ വേറെ കാരണങ്ങൾ കൊണ്ട് ടൈറ്റേനിയം ഇംപ്ലാന്റ് ആണെങ്കിലും ചിലപ്പോൾ എടുത്തു മാറ്റേണ്ടി വന്നേക്കാം.